ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു ഫില്ലിങ്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു മുട്ട ബജിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി ഫില്ലിങ്സ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാം. നല്ല അടിപൊളി മുട്ട ബജിയാണ്. എന്നാൽ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ചെനച്ച മാങ്ങ എന്ന് പറയുമല്ലോ, കുറച്ച് പഴുപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ചയായിട്ടുള്ളത്, ആ ഒരു മാങ്ങ ഏകദേശം 2 ചെറിയ മാങ്ങയാണ് എടുത്തത്. അതിന്റെ കൂടെ തന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് ചെറിയുള്ളി ഒരു 3-4 ചെറിയുള്ളിയും ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് ഫില്ലിങ്സിന് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങ കുറച്ച് ചനച്ചതായതുകൊണ്ട് കുറച്ച് മധുരം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളിയും കൂടി വെച്ചിട്ട് നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രൂപത്തിൽ അരച്ചെടുക്കാം. മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുളി വേറെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു പുളി തന്നെ മതി. ഇതിപ്പോ കുറച്ചൊരു പഴുത്ത മാങ്ങ ആയതുകൊണ്ട് കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് നൈസാക്കി അരയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക. അപ്പൊ കടലമാവ് ഞാൻ ആദ്യം ഉണ്ടാക്കുമ്പോൾ 3-4 പ്രാവശ്യം നല്ല സീവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണാണ് ഇപ്പൊ ഇട്ട് കൊടുത്തത്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പൊ ഏകദേശം ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു ബജിക്ക് വേണ്ടിയിട്ട് ഈ മിക്സിന് കുറച്ചൊരു എരിവ് വേണം, എന്നാലേ നമുക്ക് മുട്ടയൊക്കെ ഇടുന്നതാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്സ് മാങ്ങിയതുകൊണ്ട് ഒരു പുളിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ലൂസായി പോകരുത്. നമ്മള് ഉരുളക്കിഴങ്ങ് ബജ്ജിയൊക്കെ ഉണ്ടാക്കില്ലോ, അതുപോലെ കായ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. കാരണം നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ടാണ് ഈ ഒരു മുട്ട ബജ്ജി ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കോട്ടിങ് നന്നായിട്ട് തന്നെ ആ ഒരു മുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ മാവ് കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഒരുപാട് ലൂസായി പോകരുത്. അപ്പൊ വെള്ളം നോക്കിയിട്ട് കുറച്ചായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും എത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനും നിങ്ങൾ ഈ ലൈക്ക് ഒക്കെ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യും വേണേ. ഇനി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഈ ഒരു കടലമാവിന്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിക്ക്. ദോശമാവ് ആകുമ്പോൾ കുറച്ചും കൂടി ലൂസ് ആയിരിക്കും. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള മാവ് തന്നെ വേണം. ആ ഒരു രീതിക്ക് വേണം നമുക്ക് ഈ മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ഒരു 3 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പുഴുങ്ങിയ മുട്ട നമുക്ക് 4 ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ 4 ആക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഒരു 4 ആക്കി കട്ട് ചെയ്ത നമ്മുടെ മുട്ടയിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് വെച്ച് എന്നിട്ട് വേണം നമുക്കിതൊന്ന് നമ്മുടെ ബാറ്ററിലേക്ക് മുക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു ഫില്ലിങ്സ് നമ്മൾ ഈ മുട്ടയിൽ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഉറപ്പായിട്ട് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടയിലേക്ക് ഈ ഒരു ഫില്ലിങ്സ് ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കാം. ഒരു ഭാഗത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മാത്രം ഇത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് മുക്കിയെടുത്താൽ മതി. അപ്പൊ തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫില്ലിങ്സ് ഒന്നും വിട്ടുപോകില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ആ താഴത്തെ ഭാഗത്ത് ഫില്ലിങ്സ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യണം. ഞാൻ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുട്ട ബജിക്ക് കുറച്ച് കൂടുതൽ ഓയിൽ വേണം. മുട്ട ബജിന്റെ ആ ഒരു ഫില്ലിങ്സ് മൊത്തത്തിൽ അങ്ങോട്ട് ഉള്ളിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ മുട്ട ബജി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 ഭാഗത്തും ഒരേ രീതിക്ക് കറക്റ്റ് ആയിട്ട് ആ കോട്ടിങ് പിടിക്കുള്ളൂ.
ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു മുട്ട ബജി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ഒരു മിനിറ്റിന് ശേഷം 1-2 മിനിറ്റിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക, തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്തും കറക്റ്റ് ആയിട്ട് വെന്ത് വരില്ല. പിന്നെ നമ്മുടെ ഈ ഫില്ലിങ്സ് കുറച്ച് തിക്കായിട്ടാണല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററും കുറച്ച് തിക്കായിട്ടുള്ളതാണ്. ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട ബജികളൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഫില്ലിങ്സ് എങ്ങനെയാണ് ഇതൊന്ന് ഫില്ല് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ബാറ്ററിൽ മുക്കി എടുക്കുമ്പോൾ തന്നെ അത് ഇട്ട് വരും. ജസ്റ്റ് ഒന്ന് അപ്പോൾ കുറച്ച് തിക്കായിട്ട് നമ്മൾ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഒന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിൽ വെക്കുമ്പോൾ അത് കറക്റ്റ് ഈ ഒരു ലെവലിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കോരി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആ ഫില്ലിങ്സ് ഒക്കെ നമുക്ക് പുറത്ത് വരും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ട് തന്നെ ബാറ്റർ കൊടുക്കണം, നമ്മുടെ ഫില്ലിങ്സ് കൊടുക്കണം. അപ്പൊ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ആ ഒരു കോട്ടിങ് കറക്റ്റ് ആയിട്ട് വന്നോളും. നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് സോസിന്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. കാരണം ആ മാങ്ങേന്റെ പുളിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിലുള്ള എരിവും ഒക്കെ കൂടി ആവുമ്പോൾ അതിന് പ്രത്യേകിച്ച് മുട്ടയും കൂടിയാണല്ലോ, അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മുട്ട ബജിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കോട്ടിംഗ് ഒക്കെ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും നന്നായി കോട്ടായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു ഫില്ലിങ്സ് ഒക്കെ ഉള്ളിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ നോർമൽ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പോയി ചെക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.